നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഞാൻ അമേരിക്കയിലാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഇതുവരെ ഞാൻ മടങ്ങിയെത്തിയിട്ടില്ല. ടെക്സസിലെ ഹൂസ്റ്റണിലും ഡാളസിലും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ശേഷം ഞാൻ നേരെ പോയത് ഇല്ലിനോയിസിലെ ഷിക്കാഗോ നഗരത്തിലേക്കാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദനൊക്കെ പോയി പണ്ട് പ്രസംഗിച്ച അതേ ഷിക്കാഗോയിലേക്ക്. ഷിക്കാഗോയിലും വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു, പൊതുപരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം 1-2 സന്ദർശനങ്ങൾക്ക് ശേഷം ഞാൻ നേരെ എത്തിയത് കാലിഫോർണിയയിലെ പ്രധാന നഗരമായ ലോസ് ആഞ്ചലസിലേക്കാണ്. ഇന്നിപ്പോൾ ഞാൻ ലോസ് ആഞ്ചലസിലുണ്ട്. ലോസ് ആഞ്ചലസിൽ എൻ്റെ സഹോദരിയുടെ വീട്ടിലെ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വരുന്ന ശനിയാഴ്ച ലോസ് ആഞ്ചലസിൽ ഒരു പൊതുപരിപാടി കൂടിയുണ്ട്. അതിനുശേഷം ബ്രിട്ടനിലേക്ക് പോയി പിന്നീട് നാട്ടിലേക്ക് മടങ്ങും. നമ്മൾ വാർത്തകളിലൂടെ കേൾക്കുന്നതിനും കാണുന്നതിനും അപ്പുറം നേരിട്ട് അനുഭവിക്കേണ്ട ഒരു മഹത്തായ രാജ്യമാണ് വാസ്തവത്തിൽ അമേരിക്ക. വലിയ രാജ്യമാണ്, ബൃഹത്തായ രാജ്യമാണ്. ഒരുപാട് മഹാനഗരങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, വളരെ വ്യത്യസ്തമായ ഒരു സമൂഹം. മലയാളി സമൂഹത്തിൻ്റെ കാര്യം പറയുകയേ വേണ്ട. ഒരുപക്ഷെ ലോകത്ത് ഇത്രയേറെ സക്സസ് ആയിരിക്കുന്ന മലയാളി സമൂഹം വേറെ ഉണ്ടാവണമെന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും തന്നെ സാമ്പത്തികമായി സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിലാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും അവരുടേതായ നിലയിൽ സ്വന്തം കാലിൽ നിൽക്കുന്നവരും മെച്ചപ്പെട്ട വീടും മറ്റ് സൗകര്യങ്ങളും ഉള്ളവരുമാണ്. അമേരിക്കയിൽ മാത്രം കാണാവുന്ന ഒരു പ്രത്യേകത, അനേകം മലയാളികൾക്ക് എന്തെങ്കിലും കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ ഉണ്ട് എന്നതാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ബിസിനസ് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റേഷനുകളാണ്. നമ്മുടെ നാട്ടിൽ പെട്രോൾ സ്റ്റേഷനാണ്. ഈ പെട്രോൾ പമ്പുകളോട് അനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളുണ്ടാവും. ഗെയിം സെൻ്ററുകൾ നടത്തുന്നവരുണ്ട്, ലിക്വർ ഷോപ്പുകൾ നടത്തുന്നവരുണ്ട്. ഞാൻ ഷിക്കാഗോയിൽ പോയപ്പോൾ ഏതാണ്ട് 80-ലധികം ഗ്യാസ് സ്റ്റേഷനുകൾ ഉള്ള മലയാളിയെ പോലും പരിചയപ്പെട്ടു. ഇത്തരത്തിൽ സമ്പന്നരായ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോഴും അമേരിക്കയെ അദൃശ്യമായി വേട്ടയാടുന്ന ഒരു ആശങ്കയുണ്ട്. ലോകത്ത് സംഭവിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരാറുണ്ട്. അത് പുതിയ കാര്യമല്ല, ട്രംപ് തുടങ്ങി വെച്ചതല്ല. അമേരിക്ക ചില പദ്ധതികൾ ഇടുകയും ആ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യും. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ശക്തമായി നിന്ന ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഉറ്റ ചങ്ങാതിമാരായിരുന്ന ചൈനയെ അവിടെ നിന്ന് വേർപെടുത്തിയെടുത്ത് അമേരിക്കൻ പക്ഷത്തേക്ക് ചേർത്തത് 1978-ലാണ്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഭിന്നതയുണ്ടായി. ആ ഒരു ഭിന്നത കൊണ്ട് ചൈനയ്ക്കാണ് നേട്ടമുണ്ടായത്. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രമെന്ന നിലയിൽ ചൈന വളർന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോവിയറ്റ് ചേരിയിൽ നിന്നും മാറി അമേരിക്കൻ ചേരിയിലേക്ക് 1978 പോയതാണ്. 79 പക്ഷേ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്ന ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമിക വിപ്ലവം സംഭവിക്കുന്നു. അന്നു മുതൽ ഇറാൻ അമേരിക്കയെ ഇല്ലാതാക്കണം എന്ന് പറയുന്നവരുടെ ഭാഗമാണ്. ഇറാൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുന്നു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറുന്നു. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ അഫ്ഗാനിസ്ഥാനിലെ സുന്നി ഭീകരവാദത്തിന് അമേരിക്ക പിന്തുണ കൊടുക്കുന്നു. ഷിയ സ്റ്റേറ്റ് എന്ന തരത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടെ ഇറാൻ മുന്നേറിയപ്പോഴാണ് ബദലായി സുന്നി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കൻ നിലപാട് ശക്തിപ്പെടുന്നത്. ആ ഭീകരർ പിന്നീട് അമേരിക്കയ്ക്കെതിരെ തിരിയുന്നു. അൽ ഖ്വയ്ദയും ഐസിസും ലഷ്കർ ഇ തോയ്ബയും ബോക്കോ ഹറാമുമൊക്കെയായി അത് വളരുന്നു. 1980 മുതൽ 2000 വരെ ഇത്തരം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച അമേരിക്കയ്ക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം. അന്നു മുതൽ 2020 വരെ അമേരിക്ക ആ ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ പ്രയത്നിച്ചു. 2020 അവർ അത് അവസാനിപ്പിച്ച് പോവേണ്ട സാഹചര്യമുണ്ടായി. ഇതോടുകൂടി ലോകമെമ്പാടും സുന്നി ഭീകരവാദം പടർന്നു പിടിച്ചു. ഇതിന് തുടർച്ചയായി ലോകത്തെല്ലായിടത്തും മതത്തിനു വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി. അത്തരം മനുഷ്യരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അമേരിക്കയും. ഇടയ്ക്കിടെ അല്ലാഹു അക്ബർ എന്ന് പേര് വിളിച്ചുകൊണ്ട് പലരും പൊട്ടിത്തെറിക്കുമ്പോൾ അമേരിക്കൻ ജനത സമൃദ്ധിയിലും സമ്പത്തിലും കഴിയുമ്പോഴും സകലരെയും ഭയപ്പാടോടെ നോക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന ദൈവനാമം കേൾക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നവരായി മാറിയിരിക്കുന്നു അമേരിക്കൻ ജനത. 2 സംഭവങ്ങളാണ് ഇന്നും ഇന്നലെയുമായി ഇവിടെ സംഭവിച്ചത്. ആദ്യത്തേത് വിർജീനിയ സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ നടന്ന വെടിവയ്പ്പായിരുന്നു. സ്കൂളിലേക്ക് കടന്നു കയറിയ ഒരു ഇസ്ലാമിക ഭീകരവാദി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഒരു മുൻ പട്ടാളക്കാരനെ കൊന്നുകളഞ്ഞതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് ഇന്ന് മിഷിഗൻ സംസ്ഥാനത്തെ ഡെട്രോയിറ്റിന് സമീപം ഒരു ഭീകരാക്രമണം കൂടി സംഭവിച്ചു.
ഐമാൻ മുഹമ്മദ് ഗസിൽ എന്ന 41 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ലെബനീസ് വംശജനാണ് ഡെട്രോയിറ്റിൽ ഭീകരാക്രമണത്തിന് ഒരുങ്ങിയെത്തിയത്. ലെബനനിൽ ജനിച്ച് പിന്നീട് അമേരിക്കയിലെത്തി ഇവിടെ പൗരത്വമെടുത്ത ഐമൻ്റെ കുടുംബാംഗങ്ങൾ പലരും 10 ദിവസം മുമ്പ് ലെബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇസ്രായേലിന് നേരെ ആക്രമിക്കാൻ ഹിസ്ബുള്ള രംഗത്തിറങ്ങിയപ്പോൾ ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്ക്. 10 ദിവസം മുമ്പ് നടന്ന ആക്രമണത്തിൽ ഐമാൻ്റെ 2 സഹോദരന്മാരും സഹോദരി പുത്രന്മാരുമടക്കം ആ കുടുംബത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു. അതിൻ്റെ ആശങ്കയും ദുഃഖവും തീർക്കാൻ ഒരു ട്രക്ക് നിറയെ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഐമാൻ ഇന്നലെ ഡെട്രോയിറ്റിലെ ബ്ലൂംഫീൽഡിലെ ഒരു സിനഗോഗിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. സിനഗോഗിൻ്റെ മുമ്പിലെത്തി ഗേറ്റ് തകർത്ത് കടക്കുന്നതിന് മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഐമാന് നേരെ വെടിയുതിർത്തു. അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രത്യേകത മിക്ക മനുഷ്യരുടെയും കൈകളിൽ തോക്കുണ്ട് എന്നതാണ്. സെക്യൂരിറ്റിക്കാർക്കും പോലീസുകാർക്കുമൊക്കെ തോക്ക് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. മെഷീൻ ഗണ്ണുള്ള മലയാളികൾ പോലുമുണ്ട്. ഹൂസ്റ്റണിൽ താമസിക്കുന്ന മാവേലിക്കര സ്വദേശിയായ ബ്ലസന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ വിരുന്നിന് പോയപ്പോൾ മെഷീൻ ഗൺ കൈകൊണ്ട് തൊട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയതാണ്. ലൈസൻസോടുകൂടി ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇവിടെ പലർക്കും കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വെടിവയ്പ്പുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വെടിയേറ്റ് മരിക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് വഴിയിൽ ഒരാളെ തടഞ്ഞാൽ കൈ രണ്ടും സ്റ്റിയറിംഗിൽ വയ്ക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. നമ്മൾ പേടിച്ച് വിറച്ച് പേഴ്സ് തപ്പാനോ ഐഡൻറ്റി കാർഡ് പരിശോധിക്കാനൊക്കെ പോയാൽ വെടിയേറ്റെന്ന് വരാം. നമ്മൾ തോക്ക് അന്വേഷിക്കുകയാണോ എന്ന് സംശയിച്ച് അതിനുവേണ്ടി കാത്തു നിൽക്കാതെ പോലീസിനെ വെടിവെച്ച് കൊല്ലാൻ നിയമം അനുശാസിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ പോലീസ് വെടിവെച്ചാൽ അപ്പോൾ തന്നെ വിപ്ലവഗാനം മുഴങ്ങുന്ന രാജ്യമല്ല അമേരിക്ക. എന്നിട്ടുകൂടി ഇങ്ങനെ ഭീകരാക്രമണം നടത്താൻ ചിലരെങ്കിലും രംഗത്തുണ്ടാവുന്നത് മതം അവരുടെ തലയിൽ കയറി ഭ്രാന്തൻ നൃത്തം നടത്തുന്നത് കൊണ്ടാണ്. ഐമാൻ മുഹമ്മദ് ഗസിൽ സ്ഫോടക വസ്തുക്കളുമായി സിനഗോഗിലേക്ക് പാഞ്ഞു കയറിയെങ്കിലും അവിടെ കയറുന്നതിന് മുൻപ് തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വെടിവെച്ചതുകൊണ്ട് അയാൾ കൊല്ലപ്പെടുകയും ട്രക്കിന് തീപിടിക്കുകയും ചെയ്തു. തീപിടിച്ച ട്രക്കിൽ നിന്ന് പൊള്ളലേറ്റ നിലയിൽ ഐമാനെ കണ്ടെത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ പതിവായിരിക്കുന്നു. സ്കൂളുകളിലും തെരുവുകളിലുമൊക്കെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് സ്വയം ജീവനൊടുക്കാൻ ധൈര്യമുള്ള മതഭോജികൾ രംഗത്തെത്തുമ്പോൾ എങ്ങനെ ഭയപ്പെടാതിരിക്കും സാധാരണ മനുഷ്യർ പോലും?